ജനപ്രതിനിധിയാണ്, നിയമനിർമ്മാണ സഭയിലെ അംഗമാണ്. രാഹുൽ പൊതുമണ്ഡലത്തിൽ സജീവമായിട്ട് 10 വർഷം തികച്ചായിട്ടില്ല. വെറും 37 വയസ്സുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഈ 10 വർഷത്തിനുള്ളിൽ ഉയർന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. 1. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടർ കാർഡായി നിർമ്മിച്ചു. 2. വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വീട് വെക്കാനാണെന്ന് പറഞ്ഞ് പണം പിരിച്ചു. ഇപ്പോൾ വീടുമില്ല, പണവുമില്ല. ചോദിച്ചാൽ പുതിയ അധ്യക്ഷനോട് ചോദിക്കൂ എന്ന മറുപടിയാണ്. 3. അത് കഴിഞ്ഞാണ് കേരളം മുഴുവൻ കേട്ട ആ ശബ്ദ സന്ദേശങ്ങളും വാട്സ്ആപ്പ് ചാറ്റുകളും. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു, ശരിയാണ്. എന്നിട്ടോ രാഹുൽ സ്ഥാനാർത്ഥി നിർണയ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രചാരണത്തിനായി മുന്നിലുള്ളത് ആരാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക അർത്ഥം വല്ലതുമുണ്ടോ? തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ജീവൻ മരണ പോരാട്ടമാണ്. അവിടെ നേതാക്കൾക്ക് ഇന്ന് എന്താണ് പണി? രാഹുലിന്റെ ഓഡിയോ സന്ദേശങ്ങൾക്ക് മറുപടി പറയേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് നേതാക്കൾ. വാർത്താ സമ്മേളനങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരികയാണ് മുതിർന്ന നേതാക്കൾക്ക്. കെ സുധാകരൻ ഒഴിച്ച് ബാക്കിയുള്ള സംസ്ഥാന നേതാക്കൾ മുഴുവൻ രാഹുലിനെതിരെ നിലപാടെടുത്തു. എന്നിട്ടും രാഹുലിന് ലെവലേശം കൂസലില്ല. ഈ നിമിഷം വരെ രാഹുൽ ആ ശബ്ദം തന്റേതല്ല എന്ന് പറഞ്ഞിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരോടാണ് ആ പെൺകുട്ടിയുടെ കരച്ചിൽ നിങ്ങളുടെ ഉള്ളു പൊള്ളിക്കുന്നില്ലേ? സ്വന്തം മകളെയോ അല്ലെങ്കിൽ സ്വന്തം സഹോദരിയെയോ ആ സ്ഥാനത്ത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് രാഹുലിനെ ന്യായീകരിക്കാൻ കഴിയുമോ? പ്രൊട്ടക്റ്റഡ് സെക്സ് വേണമെന്ന് ആ പെൺകുട്ടി വേണമെന്ന് പറയുമ്പോൾ പറ്റില്ല, എനിക്ക് നമ്മുടെ കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് പ്രലോഭനത്തിൽ വീഴ്ത്തുകയാണ് രാഹുൽ. ഗർഭിണിയാകുമ്പോൾ അതിനെ കൊന്നുകളയാൻ ഉത്തരവിടുന്നു. സൈക്കോ ക്രിമിനലാണ്. ശരിക്കും സസ്പെൻഷനും സിട്രസിനുമല്ല രാഹുലിന് വേണ്ടത്, മറിച്ച് അടിയന്തര ചികിത്സയാണ്.